കലിപ്പൻ സാറിന്റെ പാവം പെണ്ണ്. രചന നസീബ നിഹ. അവതരണം ഷാഹുൽ മരയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. Are you dumb or something? തനിക്ക് മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കുന്നവളെ കാണെ അവൻ അരിശത്തോടെ ചോദിച്ചു. ഞാൻ നിന്നോടാണ് ചോദിക്കുന്ന ഭൂമി വിശ്വനാഥൻ. ഗർജിക്കും വിധമുള്ള അവന്റെ ശബ്ദം കേട്ടതും ഭൂമിയുടെ കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടാൻ അധികം സമയമെടുത്തില്ല. ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും നോട്ടം ഇപ്പോൾ തന്റെ നേർക്കാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ തലതാഴ്ത്തി നിന്നു. സോറി സർ. കണ്ണിൽ വെള്ളം നിറച്ച് നേർമയായി പറയുന്നവൾ അവനെ കൂടുതൽ ചൊടിപ്പിച്ചു. എന്ത് പറഞ്ഞാലും ഒരു കരച്ചിൽ. ഗെറ്റ് ഔട്ട്. അതും കൂടെ ആയതും തലയും താഴ്ത്തിക്കൊണ്ട് ഭൂമി ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഇതാണ് ഭൂമി വിശ്വനാഥൻ. റിട്ടയർഡ് കേണൽ വിശ്വനാഥൻ തമ്പിയുടെയും ഭാര്യ അംബിക വിശ്വനാഥന്റെയും രണ്ടാമത്തെ മകൾ. ഇപ്പോൾ ബികോം സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഭൂമിയുടെ ചേച്ചി സമുദ്ര വീട്ടിൽ വിവാഹം ചർച്ചയായി തുടങ്ങിയപ്പോൾ കാമുകനുമായി ഒളിച്ചോടി. അന്നു മുതൽ ഭൂമിയുടെ ജീവിതം കൂടുതൽ പ്രയാസമായി. ചെറുപ്പം മുതലേയുള്ള പട്ടാള ചിട്ടകൾക്ക് പുറമെ വിഷൻ കൂടുതൽ ഭൂമിയെ ഭരിക്കാൻ തുടങ്ങി. ഭൂമി കണ്ണും തുടച്ച് ലൈബ്രറിയിലേക്ക് നടന്നു. ആൾ കുറച്ചു മുമ്പ് കിടന്ന കാര്യമൊന്ന് ഓർത്തു. എടി ഭൂമികച്ചേ, എന്താ കൃതി? ഭൂമിയുടെ അമ്മ അംബികയുടെ സഹോദരന്റെ മകളാണ് സകൃതി എന്ന കൃതി. ഇരുവരും ചെറുപ്പം മുതൽ ഒരുമിച്ചാണ്. ഭൂമിയുടെ അത്രയല്ലെങ്കിലും കൃതിയും ചെറിയൊരു തൊട്ടാവാടിയാണ്. അടക്കി പിടിച്ച് ഭൂമി കൃതിയോട് ചോദിച്ചു. എടി, ചൂടിന് ബ്ലാക്ക് ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ? നോക്കി, എന്നാ ഗ്ലാമറ പുള്ളി. ഉഫ്, നോക്കിയിരിക്കാൻ തോന്നുന്നു. അത് കേട്ട് ഭൂമിയും അവരുടെ ഇംഗ്ലീഷ് പ്രൊഫസറായ സിദ്ധാർത്ഥ് മാധവിനെ നോക്കി. പുള്ളിയുടെ ജോയിൻ ചെയ്തിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും കുട്ടികൾക്കിടയിൽ അയാൾക്കുള്ള വിളിപ്പേരായിരുന്നു ചൂടൻ മാഷെന്ന്. അതിന് കാരണവും അയാളുടെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവവും ആരോടൊരു അടുപ്പവും കാണിക്കാത്ത പ്രകൃതവുമായിരുന്നു. എങ്കിലും അവന്റെ ചാമിങ് ലുക്ക് പെൺകുട്ടികൾക്കിടയിൽ അവനൊരു ആരാധനാപാത്രമാക്കി. തേനിന്റെ നിറമുള്ള കണ്ണാണ് അവനിൽ ഏറ്റവും ഹൈലൈറ്റ്. എന്റെ പൊന്നു കൃതി, നീ വെറുതെ നോക്കി പണി വാങ്ങണ്ട. ആളുടെ ചൂടിലും എന്തു പോകും, കട്ട കഴിപ്പന. ഭൂമി കൃതിയെ കളിയാക്കിക്കൊണ്ട് അവളുടെ തോളിലെന്ന് അടിച്ചു പറഞ്ഞു. അവളുടെ കഷ്ടകാലത്തിന് സിദ്ധാർത്ഥ് കണ്ടു. പിന്നെ അവളോട് അവൻ ഇത്രയും നേരം എടുത്ത പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അവനോടുള്ള പേടിൽ തലയും താഴ്ത്തിയെന്നു. പിന്നെ കണ്ണുപൊട്ടുന്ന ചീത്ത പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. കൃതിയെ മനസ്സിലൊന്ന് സ്മരിച്ചുകൊണ്ട് ഭൂമി വെറുതെ പുസ്തകങ്ങൾ മറിച്ച് അവിടെ ഇരുന്നു. അപ്പോഴാണ് ഒരാൾ ഭൂമിയെ വിളിക്കുന്നത്. ആ ശബ്ദം തിരിച്ചറിഞ്ഞെന്ന പോലെ അവളുടെ കണ്ണിൽ ഒരുപോലെ വെറുപ്പും നിസ്സഹായതയും നിറഞ്ഞു. അവൾ ചുറ്റും ഒരു ആശ്രയത്തിനെന്ന പോലെ നോക്കി. ഇല്ല, താൻ മാത്രമേ ഉള്ളൂ. ബ്രേക്ക് ടൈം അല്ലാത്തതുകൊണ്ട് ലൈബ്രറിയിൽ അധികാരം ഉണ്ടാവാറില്ല. എന്താണ് മിസ് ഭൂമി വിശ്വനാഥൻ ചുറ്റും നോക്കുന്നത്? നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നാണോ? സർ, എന്നെ ഉപദ്രവിക്കരുത്. ഞാനത് കണ്ടത് ആരോടും പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പ്ലീസ്. നീ പറയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടക്ക് നിനക്കൊരു ഓർമ്മപ്പെടുത്തലുകൾ തരേണ്ട എൻ്റെ കടമയല്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അധ്യാപകനല്ലേ? അതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന അവിനാശിനെ അവൾ അറപ്പോടെ നോക്കി. 2 ആഴ്ച മുമ്പേ ഒരു വെള്ളിയാഴ്ച മാത്സ് ലാബിലെ ജനലടികളിലൂടെ കണ്ട കാര്യം അവൾ ഓർത്തു. നാഗങ്ങളെപ്പോലെ പരസ്പരം ചുംബിക്കുന്ന അവിനാഷ് സാറും മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ രേഖ മിസ്സും. ഇരുവരും വിവാഹിതരാണ്. രേഖ ടീച്ചർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട്. കണ്ട കാഴ്ചയിൽ ഞെട്ടി അവളുടെ കയ്യിലെ കുപ്പി നിലത്തേക്ക് വീണു. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഇരുവരും ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും പിന്നെയും വീണ്ടും പരസ്പരം പുടർന്ന് ചുംബനം തുടർന്നു. ഭൂമി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെ നിന്ന് ഓടിയെങ്കിലും അന്ന് തൊട്ട് അവിനാഷ് വന്ന് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അവളുടെ അച്ഛന്റെ പട്ടാളച്ചീട്ടയെ പറ്റി അറിയാവുന്ന അവിനാഷ് അത് പറഞ്ഞ് അവളെ പേടിപ്പിക്കുകയാണ്. ഭൂമിക്ക് അച്ഛന്റെ സ്വഭാവത്തിൽ നല്ല ബോധ്യമുള്ളതുകൊണ്ട് ആൾക്ക് വേറെ വഴിയില്ല. ഇത് കൃതിക്ക് പോലും അറിയില്ല. അതുവരെ മാന്യതയുടെ മുഖം മൂടി ധരിച്ചു നടന്ന അവിനാഷ് അന്ന് തൊട്ട് ഭൂമിയെ തനിച്ച് കാണുമ്പോൾ അശ്ലീല ചുവയോടെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കെട്ടിയോൾ അവളുടെ വീട്ടിൽ പോയിട്ട് 2 ദിവസമായി. പിന്നെ ഇന്ന് രേഖ ടീച്ചർ വന്നിട്ടില്ല. എൻ്റെ കാര്യം കുറച്ച് കഷ്ടാ. അതുകൊണ്ട് എൻ്റെ ഭൂമി ഒന്നിങ്ങ് അടുത്തോട്ട് വന്നേ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നല്ല കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വേഗം വിടാം. 1 മണിക്കൂറിൽ കാര്യം കഴിയും നിന്നെ ഞാൻ വിടാം. പിന്നെ വെറുതെ വേണ്ട, നിനക്ക് ഞാൻ ഇന്റേണൽ മാർക്ക് ഫുള്ളും തരാം. പോരെങ്കിൽ നിനക്ക് വേണ്ടത്ര കാശും തരാം. തന്റെ ശരീരം മുഴുവൻ കണ്ണുകൊണ്ടൊഴിഞ്ഞ് പറയുന്നവനെ കാണെ ഭൂമിക്ക് അറപ്പ് തോന്നി. തന്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ കാണെ വിറക്കുന്ന ശരീരത്തോടെ അവൾ പിന്നോട്ട് ചുവട് വെച്ചു. നിറഞ്ഞ കണ്ണെന്ന് തുടക്കാൻ പോലും മെനക്കെടാതെ അവൾ അവനോട് കെഞ്ചി. സർ, പ്ലീസ്, അടുത്തേക്ക് വരരുത്. ഉഫ്, നീ ഇങ്ങനെ കരഞ്ഞെൻ്റെ മുമ്പിൽ നിൽക്കല്ലേ ഭൂമി. നിന്നെ മൊത്തത്തിൽ കടിച്ചു തിന്നാൻ തോന്നുക. അതും പറഞ്ഞ് അവളുടെ തോളിലായി അവൻ കൈവെക്കാൻ തുടങ്ങിയതും കിട്ടിയ ധൈര്യത്തിൽ പാനിന്റെ കീശയിൽ നിന്നൊരു പേന പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ കത്തിയെടുത്ത് അവന്റെ കയ്യിൽ അമർത്തി വരഞ്ഞു. പിന്നെ ഒന്നിനും കാക്കാതെ പുറത്തേക്ക് ഓടി. വേദന കടിച്ചു പിടിച്ച് അഭിലാഷ് കൈകൊണ്ട് മുറിയിൽ അമർത്തി പിടിച്ച് ഭൂമി ഓടിയ ഭാഗത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് മുരണ്ടു. കീശയിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മുറിയിൽ ചുറ്റിക്കെട്ടി അവിനാഷ് ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ, കേരള വിശ്വനാഥൻ സ്പീക്കിംഗ്. ഹലോ, ഞാൻ SM കോളേജിലെ അധ്യാപകനാ. അവിനാഷ്, ഭൂമിയുടെ മേജർ അധ്യാപകനാ. ഭൂമി, നീ ഇതെവിടെയായിരുന്നു? നീ ഇതെന്തെങ്ങനെ വിയർത്തിരിക്കുന്നത്? എടി ഭൂമി, നീ എന്തൊന്നും പറയാത്ത?
അതൊന്നുമില്ല. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോറിഡി, ഞാൻ കാരണം നിനക്ക് വഴക്കിട്ട്. അത് സാരില്ല, എനിക്ക് നല്ല ക്ഷീണം. നമുക്ക് പോവാം. അപ്പം നിന്റെ അച്ഛനെ വിളിക്കണ്ടേ? അത് കുഴപ്പമില്ല, നമുക്ക് പോവാം പ്ലീസ്. തനിക്ക് മുന്നിൽ നിന്ന് വെപ്രാളപ്പെട്ട് സങ്കടത്തോടെ പറയുന്നവളെ കാണെ കൃതി പിന്നെ ഒന്നും പറയാതെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. ലാസ്റ്റ് പീരീഡ് ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കോളേജിന്റെ പുറത്തേക്ക് ഇരുവരും വന്നു. ആർക്കു മുന്നിലായി വിശ്വനാഥന്റെ കാർ വന്ന് ഒന്നിച്ചായിരുന്നു. അച്ഛന്റെ ചുവന്ന് കൊടുത്ത മുഖം കണ്ടതും ഭൂമിയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. പിന്നെ ചോദ്യത്തിന് ഉത്തരത്തിന് കാക്കാതെ വിറച്ചുകൊണ്ട് ഭൂമി അയാളുടെ കാറിൽ കയറിയിരുന്നു. ആ നിമിഷം തന്നെ ആ കാർ വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. ഒരു സാതാപത്തോടെ അവളെ നോക്കി നിൽക്കാനല്ലാതെ കൃതിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ വീടെത്തിയതും അയാൾ വേഗത്തിൽ അകത്തേക്ക് കുതിച്ചു. വാതിൽക്കൽ തന്നെ കാത്തിരിക്കുന്ന അമ്മയുടെ മുഖത്ത് ആദ്യമാണ് ആ പേടിയിൽ അവൾക്ക് പുച്ഛം തോന്നി. നിന്നെ കാണാൻ നാളെ ഒരു കൂട്ടർ വരും. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വൈകാതെ കെട്ടുണ്ടാവും. പിന്നെ നിന്റെ ചേച്ചി ചെയ്ത പോലെ എന്തെങ്കിലും സാഹസത്തിന് മുതിരാനാണ് വിചാരമെങ്കിൽ അത് മറന്നേക്ക്. അറിയാലോ എന്നെ. അച്ഛൻ പ്ലീസ്, എനിക്ക് പഠിക്കണം. ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം. നിന്റെ പഠിപ്പിന്റെ കാര്യമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നീ എന്താടി വിചാരിച്ച് എന്നെ മണ്ടനാക്കാന്നോ? നിന്നെ സാറിന്ന് വിളിച്ചിരുന്നു. മോളുടെ കോളേജിലെ തോന്നിവാസങ്ങൾക്ക് അയാൾ പറഞ്ഞപ്പോ ഞാൻ ഉരുകിപ്പോയി. അതുകൊണ്ട് നീ ഇനി പഠിക്കാനെന്നല്ല, കേട്ട് കഴിയുന്നവരെ പുറത്തേക്ക് ഇറങ്ങില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? ഞാനൊരു തെറ്റും ചെയ്തില്ല അച്ഛാ, പ്ലീസ് എന്നെ വിശ്വസിക്ക്. അയാൾ എന്നോട് ഇന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നവളൊന്ന് കേൾക്കാൻ കൂടി തയ്യാറാവാതെ അയാൾ ദേഷ്യത്തിൽ കുതിച്ച് ബെൽറ്റൂരി അവിടെ പുറത്തടിച്ചു. നിർത്തടി. ഇതുപോലെ നിന്റെ മൂത്തേനെ വിശ്വസിച്ച ആ അസത്ത് മറ്റൊരുവന്റെ കൂടെ ഓടിപ്പോയത്. അതുകൊണ്ട് ആ തെറ്റിന് ഞാൻ ആവർത്തിക്കില്ല. അംബികെ, പറഞ്ഞു കൊടുക്കും ആൾക്ക്. അതും പറഞ്ഞ് ബെൽറ്റ് വലിച്ചെറിഞ്ഞ് വിശ്വനാഥൻ പോയതും അംബിക ഭൂമിയെ ചേർത്ത് പിടിച്ചു. അവൾ തന്റെ സങ്കടം മുഴുവൻ കരഞ്ഞു തീർത്തു. അമ്മേ, ഒന്ന് പറയമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാൾ കള്ളം പറയുക. ചേച്ചിക്ക് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നു. തന്നെ നെഞ്ചിൽ വീണ പദം പറയുന്നവളെ അംബിക അലിവോടെ നോക്കി. പക്ഷെ ഭർത്താവ് വരച്ച വരക്കപ്പുറം നീങ്ങാൻ ആൾക്കും കഴിയില്ലായിരുന്നു. ഒരുപക്ഷെ വിധി എന്ന പേരിലെല്ലാം ക്ഷമിച്ച് അവർക്ക് ശീലമായിരുന്നു. എൻ്റെ കുഞ്ഞ് വിഷമിക്കേണ്ട, എല്ലാം ദൈവവിദ്യയാണെന്ന് കരുതിയാൽ മതി. ഇതൊക്കെ എൻ്റെ മോളുടെ നല്ലതിനായിരിക്കും. മോനെ സിദ്ധു, നാളെ നിനക്ക് കോളേജിൽ പോകണ്ടല്ലോ? ഇളമേ, എന്താ? അത് രാമൻകുട്ടി വിളിച്ചിരുന്നു. അമ്മയോട് എത്ര തവണ പറയണം എനിക്കിപ്പോ ഒരു കല്യാണത്തിന് താല്പര്യമില്ലെന്ന്? ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? മൂക്കിൽ പല്ലു വന്നിട്ടോ? അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും മനക്കലെ ചർച്ചാ വിഷയം സിദ്ധാർത്ഥിന്റെ വിവാഹ വിഷയമായിരുന്നു. ഇത് മനക്കൽ വീട്. പ്രമുഖ ബിസിനസ്സുകാർ അരവിന്ദ് മേനോനും ഹൈസ്കൂൾ അധ്യാപിക ശ്രീദേവിക്കും 2 മക്കൾ. മൂത്തത് സിദ്ധാർത്ഥ് മാധവ്. പിന്നെ അവന് 2 വയസ്സിന് താഴെ സയോമി മാധവ്. മാധവ് അരവിന്ദന്റെ അച്ഛനാണ്. സായുടേത് പ്രണയവിവാഹമായിരുന്നു 4 കൊല്ലം മുമ്പ്. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞില്ലെന്താ തെറ്റ്? എന്റെ സിദ്ധുവേട്ടാ, നീ നാളെ പോയി ആ കൊച്ചിനൊന്ന് കണ്ടു നോക്ക്. അതേ മോനെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയേച്ചും വരാം. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഞങ്ങളൊന്നും പറയില്ല. ശരി. ഇനി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി കല്യാണത്തിന്റെ പേര് എന്റെ ചെവി നിരുത്. നിന്നോടുകൂടിയാ പറയുന്ന സായ. ഓ, കേട്ടു സാറേ. പിറ്റേന്ന് രാവിലെ തന്നെ അരവിന്ദനും ശ്രീദേവിയും സിദ്ധുവും സായും ബ്രോക്കർ പറഞ്ഞ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. ബ്രോക്കർ രാമനുണ്ണി അവരെ കാത്ത് പെണ്ണിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. വരൂ, കയറിയിരിക്കും. വീട് കണ്ടുപിടിക്കുമ്പോൾ പ്രയാസമായിരുന്നല്ലേ? അംബികയുടെ സഹോദരൻ സുരേഷ് ഒരു പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചു. ഏയ്, ആദ്യമായിട്ട് വരുന്നോണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ മാത്രം. അപ്പോൾ ഒരു പരിചയപ്പെടുത്തലാവല്ലേ. ഇതാണ് പയ്യൻ, സിദ്ധാർത്ഥ് മാധവൻ. ഇവിടെ തന്നെ കോളേജിലെ സാറായിട്ട് 6 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. മുമ്പ് ഡൽഹിയിലായിരുന്നു. പിന്നെ അരവിന്ദ സാറിന് അറിയായിരിക്കുമല്ലോ, മാധവ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓണർ. ഇത് ശ്രീദേവി ചേച്ചി, അടുത്തുള്ള ഹൈസ്കൂൾ ഹിസ്റ്ററി ടീച്ചറാ. ഇത് ഒരേ ഒരു പെങ്ങൾ സായമോള്. കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായി. മോളുടെ ഭർത്താവ് അഭിമോൻ ഇവിടെ തന്നെ കോളേജിൽ മാഷാ. അങ്ങനെ ബ്രോക്കർ ഇരു കുടുംബത്തെയും പരസ്പരം പരിചയപ്പെടുത്താൻ തുടങ്ങി. സിധുവിന് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് ധാർഷ്ട്യം നിറഞ്ഞ വിശ്വന്റെ സംസാര രീതികൾ അവനെ കൂടുതൽ അലോസരപ്പെടുത്തി. എങ്കിൽ പിന്നെ മോള് വിളിക്കാല്ലേ? അംബിക, ഭൂമി വിളിക്കുക. വിശ്വന്റെ കൽപ്പന കേട്ട ഉടനെ അംബിക ഭൂമിയെയും കൂട്ടി ഹാളിൽ വന്നു. അവൾക്ക് പിറകെയായി കൃതിയും ഉണ്ടായിരുന്നു. ഹാളിലിരിക്കുന്ന തങ്ങളുടെ അധ്യാപനം കണ്ടപ്പോൾ കൃതിയൊന്ന് ഞെട്ടി. ഭൂമി വന്നിട്ട് അവളെ നോക്കാതിരിക്കുന്ന സിദ്ധുവിനെ കണ്ടതും സായവനെ ചെറുതായി തോളിൽ തട്ടി നോക്കാൻ ആംഗ്യം കാണിച്ചു. അലസമായ ഹാളിൽ തലകുനിച്ച് നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടപ്പോൾ ആ കാപ്പി കണ്ണുകളൊന്ന് വിടർന്നു. അതേ നിമിഷം അത് ചുരുങ്ങുകയും ചെയ്തു. ഭൂമി ഇപ്പോഴും തലതാഴ്ത്തി നിൽപ്പാണ്. ഇനിയിപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഭൂമി, നീ മോനെ കൂട്ടി മുകളിലേക്ക് പോയിക്കോ. ഒരു പാവകണക്കെ അവൾ മുകളിലേക്ക് നടന്നു. പുറകിൽ തന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് സിദ്ധുവും നടന്നു. ഒടുവിൽ മുകളിലെ ബാൽക്കണിയിൽ എത്തിയപ്പോൾ അവൾ റെയിലിങ്ങിൽ കൈവച്ചുകൊണ്ട് കുറച്ചു സമയം നിന്നു. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചിട്ട് അവൾ തിരിഞ്ഞിരുന്നു. പെട്ടെന്ന് മുമ്പിൽ നിൽക്കുന്നയാളെ കണ്ടത് അവളൊന്ന് ഞെട്ടി. തന്റെ കരച്ചിൽ കണ്ട് കൃതി പറഞ്ഞെന്ന ഐഡിയ ആയിരുന്നു വരുന്നവന്റെ കാലിൽ വീണെങ്കിൽ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ. പക്ഷേ ഇപ്പോൾ സിദ്ധാർത്ഥ സാർ. ആൾക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. സാറിനോട് എങ്ങനെ പറയും? എന്നാൽ തന്റെ മുമ്പിലായി നിൽക്കുന്നവരുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു സിദ്ധു. മുടി പിന്നിയെടുത്ത് പിറകിലായി കെട്ടിവെച്ചിട്ടുണ്ട്. അലങ്കാരമായ ഒരു പൊട്ടുപോലും ആ മുഖത്തില്ല.
പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കോട്ടൺ ചുരിദാറാണ് വേഷം. അതിന്റെ ദുപ്പട്ട ഇരുതോളുമായി വിരിച്ചിട്ടുണ്ട്. അവളുടെ തളർച്ച നിറഞ്ഞ രൂപം ഇന്നലെ താൻ കണ്ട ഭൂമിയിൽ നിന്ന് ഒരുപാട് മാറ്റമുള്ളതായി തോന്നി. അവളെ ഈ വിവാഹത്തിന് വീട്ടിൽ നിർബന്ധിച്ചാണെന്ന് അവന് ഏറെക്കുറെ മനസ്സിലായിരുന്നു. മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനോട് അവൻ ആദ്യമായി ഒരു കൗതുകം തോന്നി. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? പുറകിൽ സായയുടെ ശബ്ദം കേട്ടതും ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ഹായ് ഭൂമി, ഞാൻ സായോമി, നിന്റെ ചെക്കൻ്റെ സിസ്റ്ററാ. താനെന്തോടെ പന്തങ്ങടെ പെരിച്ചാഴിപ്പോൾ നോക്കുന്നത്? ടെൻഷനാണോ? തന്നെ നോക്കി നിറഞ്ഞ ചിരിയാരെ സംസാരിക്കുന്ന സായെ കാണി ഭൂമിക്ക് ഒരേ സമയം സമാധാനവും വല്ലായ്മയും തോന്നി. എങ്കിലും അവൾ സായെ നോക്കി അരുമയായി പുഞ്ചിരിച്ചു. ഒരു ഫോൺ വന്നപ്പോൾ സിദ്ധു ഭൂമിയെ നോക്കി അവിടുന്ന് പോയി. സായ ഭൂമിയോട് കുറച്ച് സമയം സംസാരിച്ചു. പിന്നെ അവരുടെ കൂടെ ശ്രീദേവിയും കൂടി. പിന്നെ എല്ലാവരും കുറച്ച് സമയം സംസാരിച്ച് പിരിഞ്ഞു. സിധു, നിനക്ക് ഭൂമി ഓക്കെ അല്ലേ? വരുന്ന വഴിക്ക് അരവിന്ദ് ചോദിച്ചും സിദ്ധു കുറച്ച് സമയം മൗനമായി. അവന്റെ ഉത്തരത്തിനായി ബാക്കി 3 പേരും കാതോർത്തു. ഐ ഡോണ്ട് നോ, ഷീസ് മൈ സ്റ്റുഡൻറ്. ഹൗ ക്യാൻ ഐ? അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. കോളേജിൽ ഇത് ആരും അറിയാതിരുന്നാൽ പോരെ. എനിക്കെന്തോ ആ കൊച്ചിനെ നന്നായി ഇഷ്ടപ്പെട്ടു. ഒരു പാവം കൊച്ച്. അവനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവന്റെ മനസ്സിൽ നിറയെ ഭൂമിയുടെ മുഖമായിരുന്നു. ഈ പെണ്ണ് കാണൽ അവിടെ സമ്മത്തോടെ അല്ലെന്ന് ഉറപ്പാണ്. അവളുടെ അവസ്ഥ മനസ്സിലാക്കി താൻ ഈ വിവാഹത്തിൽ നിന്നൊഴിഞ്ഞാൽ തനിക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്ന് അവൾ വിവാഹം കഴിക്കുമെന്ന് വിശ്വന്റെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലായിരുന്നു. ഹൃദയം ഭൂമിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ ബുദ്ധി അവൾ തന്റെ വിദ്യാർത്ഥിനിയാണെന്ന് അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിലെ സംഘർഷം മനസ്സിലാക്കിയെന്ന വണ്ണം സായ അവനെ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്താ ഭൂമി, എന്തു പറ്റി? അത് അച്ഛൻ പറഞ്ഞു, സാറിന്റെ വീട്ടുകാർ വിളിച്ച് അവർക്ക് സമ്മതാണെന്ന് പറഞ്ഞു എന്ന്. അതിനിപ്പോൾ എന്താ? നീയല്ലേ പറഞ്ഞു ആ ചേച്ചി അമ്മയ്ക്ക് പാവാണെന്ന്? അവിടെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്, നിന്നെയും പഠിപ്പിക്കും. പിന്നെ സാറിൻ്റെ കാര്യം ചിലപ്പോൾ ഈ ദേഷ്യമൊക്കെ മാത്രമേ ഉണ്ടാവൂ, പാവായിരിക്കും. പക്ഷേ ഇനി എന്നെ പഠിക്കാൻ അയക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞ്. നീ വിഷമിക്കില്ലടി പൊന്നെ. ഇത്ര പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തുന്ന നിന്റെ അച്ഛൻ ഇത് എന്ത് പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാത്തിനും കാരണം മുദ്ര ചേച്ചിയാ. ചേച്ചി ഓടിപ്പോയതിന് അനുഭവിക്കുന്ന നീയും. എനിക്ക് ചേച്ചിയോടൊരു ദേഷ്യമില്ല. കുറഞ്ഞ ചേച്ചിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും. നീ സെൻഡി ആവില്ലേ? ഇനി നിന്നെ കല്യാണം കഴിയുന്നവരെ പുറത്തു വിടില്ലെന്നല്ലേ പറഞ്ഞ്. നമുക്ക് ഇപ്പം അതിനുള്ള പരിഹാരം ആലോചിക്കാം. നീ ആ ലൈറ്റ് ഓഫ് ചെയ്യും. അച്ഛനെങ്ങാനും കണ്ടാൽ പിന്നെ അത് മതി. ഓഹ്, ഇങ്ങനൊരു പേടിത്തൊണ്ടി. രാത്രി 9 മണിക്കാൻ ഒരു മനുഷ്യൻ ഉറങ്ങാൻ പറ്റുമോ? ഒരു പട്ടാളക്കാരൻ വന്നിരിക്കുന്നു. ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് കൃതി ദേഷ്യത്തോടെ പിറുവിറുത്തു. നീ അത് വിട്. നിനക്ക് തിങ്കളാഴ്ച മുതൽ കോളേജിൽ പോകാൻ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അച്ഛൻ്റെ അടുത്തൊന്നും വർക്കാവില്ല മോളെ. കൃതി പറഞ്ഞു കേട്ട ആവേശത്തോടെയാണ് ആദ്യം ചോദിച്ചെങ്കിലും അവൾക്കറിയാമായിരുന്നു വിശ്വന്റെ അടുക്കലൊന്നും വിലപ്പോയില്ലെന്ന്. അതിന് പട്ടാളത്തിൻ്റെ അടുത്തല്ലല്ലോ, ചൂടൻ്റെ അടുത്തല്ലേ. നീ ഇതെന്തൊക്കെയാ പറയുന്നത് കൃതി? എൻ്റെ ഭൂമി, ഞാനിപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ചൂടൻ്റെ നമ്പർ എടുത്ത് തരാം. നീ സാറിനോട് പറ, നിന്റെ അച്ഛനെ വിളിച്ച് എന്നെ കോളേജിലേക്കാൻ പറയാം. ഒന്ന് പോയ പെണ്ണെ, എനിക്ക് പേടിയാ. ഇന്നലെ തന്നെ എനിക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് കണ്ണുകൂട്ടുന്ന ചീത്തയായി കേട്ടു. ഇന്നുകൂടി താങ്ങാൻ വയ്യ. ഇന്നലത്തെ പോലെയാണ് ഇന്ന്. ഇന്നലെ വരാതെ നിന്റെ സാറ് മാത്രമായിരുന്നു. ഇന്ന് മുതൽ നിന്റെ ഫിയാൻസിയാണ് സാറ്. പിന്നെ സാറ് പറയുന്ന നിന്റെ അച്ഛൻ കേൾക്കുമായിരിക്കും. ഇതാ, ഞാൻ നമ്പർ ഡയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നിന്ന് വിൽക്കാതെ കാര്യം പറയണം. അത് പറഞ്ഞ് സിദ്ധുവിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് കൃതി തൻ്റെ ഫോൺ ഭൂമി കൊടുത്തു. എന്നിട്ട് പുതപ്പും തറയിലിട്ട് കിടന്നു. ഭൂമിക്കാണെങ്കിൽ കോളേജിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് സിദ്ധുവിനോടൊന്ന് ചോദിച്ചു നോക്കാമെന്നുണ്ട്. എന്നാൽ ഫോൺ റിങ് ചെയ്യുന്നതിനനുസരിച്ച് അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഹലോ ഹലോ സാർ, ഞാൻ ഭൂമിയാ സാർ. ഓക്കെ, ഇത് ഭൂമിയുടെ നമ്പറാണോ? അല്ല, സകൃതിയുടെ നമ്പറാണ് സാർ. താൻ നിനപ്പോൾ വിളിച്ച്? അത് പിന്നെ കോളേജ്. അല്ല അച്ഛൻ, ഞാൻ ഭൂമിക്ക് വിൽക്കുന്നുണ്ടോ? ഇല്ല സാർ. നീ മര്യാദക്ക് കാര്യം പറയും. അല്ലെങ്കിൽ തന്നെ വിറച്ചുകൊണ്ട് സംസാരിക്കുന്ന ഭൂമിക്ക് പതിവിലും ഗൗരവത്തോടെയുള്ള സിദ്ധുവിന്റെ സംസാരം കേട്ടപ്പോൾ ശബ്ദം കൂടെ പോയതുപോലെ തോന്നി. ആളുടെ മിണ്ടാതെയുള്ള ഇരിപ്പ് കണ്ട് കൃതി അടുത്തുനിന്ന് എന്തൊക്കെയോ ആക്ഷൻ ഇടുന്നുണ്ടായിരുന്നു. ഭൂമി, തിങ്കളാഴ്ച മുതൽ എന്നെ കോളേജിൽ അയക്കുമെന്ന് അച്ഛനോടൊന്ന് ചോദിക്കുമോ? 2 കണ്ണും മുറുക്കി അടച്ച ഒറ്റ ശ്വാസിൽ ഭൂമി അവനോട് ചോദിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് മറുപടി കേൾക്കാതായപ്പോൾ ഭൂമിയുടെ കണ്ണിൽ കണ്ണുനീര് ഉരുണ്ടുകൂടാൻ തുടങ്ങി. ശരി, ഞാൻ സംസാരിക്കാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അതും പറഞ്ഞ് ഭൂമി ഫോൺ കെട്ടാക്കി കൃതി കൊടുത്ത് അവളെ കെട്ടിപ്പിടിച്ചു. ഇരുകാലിൽ അമൃത്തി ഉമ്മവച്ചു. കൃതിയും ഒരു ചിരിയാലെ ഭൂമിയുടെ സന്തോഷം നോക്കി കണ്ടു. ഭൂമി വീണ്ടും കോളേജിൽ പോയി തുടങ്ങി. സിദ്ധു പറഞ്ഞപ്പോൾ വിശ്വൻ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും സിദ്ധുവും കോളേജിലുള്ളതുകൊണ്ട് സമ്മതിച്ചു. എങ്കിലും ഇപ്പോഴും അവളെ കൊണ്ടുവിടലും കൂട്ടിലൊക്കെ അയാൾ തന്നെയാണ്. പിന്നെ അടുത്ത ആഴ്ചയാണ് നിശ്ചയം. എൻഗേജ്മെന്റിലാതെ നേരിട്ട് കല്യാണം മതിയെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇതിനുള്ളിൽ സിദ്ധു കുറച്ചുകൂടെ ഭൂമിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഇപ്പോൾ അവന്റെ മുന്നിൽപ്പെടാൻ മുൻപത്തേക്കാൾ പേടിയും ചമ്മലുമാണ്. അവളുടെ കാട്ടിക്കൂട്ടലുകളൊക്കെയും സിദ്ധു ആസ്വദിക്കുന്നുണ്ട്. കൃതിയാവട്ടെ അവസരം കിട്ടുമ്പോഴൊക്കെ അവളെ വാരും. അങ്ങനെ ഇന്ന് ക്ലാസ്സിലിരിക്കുമ്പോഴാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഒരു കുട്ടി വന്ന് ഭൂമിയെ BCom സാർ ലൈബ്രറിയിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. ആദ്യമൊന്നും സംശയിച്ചെങ്കിലും കൃതി പറഞ്ഞ പോലെ സിദ്ധു ആയിരിക്കുമെന്ന് കരുതി ഭൂമി ലൈബ്രറിയിലേക്ക് നടന്നു. പുറത്ത് ലൈബ്രറിയെ പോലും കാണാത്തതുകൊണ്ട് ഒന്നമ്പരന്ന് ഭൂമി അകത്തേക്ക് പ്രവേശിച്ചു. ചുറ്റിലും ആരെയും കാണാത്തതുകൊണ്ട് ഭൂമി തിരികെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് വാതിലിന്റെ കുറ്റിയിട്ട് അവിനാശ് മുന്നോട്ട് വന്നു. അവനെ കണ്ടത് അവളുടെ ഉടൽ ഭയം കൊണ്ട് വിറച്ചു. ചുറ്റിൽ അവളൊന്ന് കണ്ണോടിച്ചു. ആരുമില്ല. അതെ, താനിന്ന് അവന്റെ ചതിയിൽ പെട്ടുപോയിരിക്കുന്നു.
ലൈബ്രറി സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങിലാണ്. ഒന്നലറിയാൽ പോലും പുറത്തേക്ക് ശബ്ദം കേൾക്കില്ല. ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാനാണെങ്കിൽ സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ല. ചേച്ചി പോകുന്നവരെ വിളിക്കാനൊക്കെ രണ്ടുപേർക്കൊരു സ്വിച്ച് ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി ഓടിപ്പോയ ദേഷ്യത്തിൽ അച്ഛൻ അതും നശിപ്പിച്ചു. കണ്ണിൽ കാമ നിറച്ച് തന്നിലേക്ക് ചുവട് വെക്കുന്നവനെ കാണാൻ തന്നെ ഭൂമിക്ക് ശരീരം തളരുന്ന പോലെ തോന്നി. കണ്ണുനീര് നിർത്താതെ അവളുടെ കവളിനെ ചുംബിച്ചിറങ്ങി. എന്താ ഭൂമി ആകെ ഞെട്ടി നിൽക്കുന്നത്? എൻ്റെ കയ്യിലൊന്ന് മുറിവുണ്ടാക്കി അങ്ങ് ഓടിപ്പോയാ പിന്നെ ഞാൻ നിന്റെ പിന്നാലെ വരില്ലെന്ന് കരുതിയോ? സത്യം പറയാലോ, അന്ന് നിന്റെ തന്തപ്പിടി വിളിച്ചതിന് ശേഷം അങ്ങേര് നിന്നെ കോളേജിൽ വിട്ടില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ടൊന്നും സംഭവിക്കാത്ത പോലെ നീ അടുത്ത ദിവസം തന്നെ വന്നു. അല്ല, അതെനിക്ക് ഗുണമുള്ള കാര്യമാണല്ലോ. നിന്നെ രുചിക്കാതെ വിട്ടിരുന്നെങ്കിൽ പിന്നെ എനിക്ക് മരണം വരെ അതൊരു കുറ്റബോധമായിരിക്കും. അവൻ മുന്നോട്ട് ചൂടക്കുന്നതിനനുസരിച്ച് ഭൂമി പുറകോട്ട് പോയി. ഒടുവിൽ ഷെൽഫിൽ തട്ടിയതും ഭൂമി ഷെൽഫിലെ പുസ്തകങ്ങളൊക്കെ അവിനാശം നേരെ എറിഞ്ഞു. ഡിക്ഷണറി പോലെ കട്ടിയുള്ളൊരു പുസ്തകം തലയിൽ തട്ടിയതും അയാളൊന്ന് വേസ്റ്റ് പോയി. ആ അവസരം മുതലാക്കി ഭൂമി സൈഡിലൂടെ ഡോർ ലക്ഷ്യം വെച്ച് മുന്നോട്ട് ഓടി. എന്നാൽ പുറകിൽ അഭിലാഷം കൈനീട്ടി അവളുടെ കുർത്തിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കീറി. വലത്തെ കയ്യിലെ കീറിയ തുണി മറുകയോട് ചേർത്ത് പിടിച്ച് വീണ്ടും ഡോർ ലക്ഷ്യം വെച്ച് ഓടിയ ഭൂമി നിലത്തുമറിഞ്ഞ പുസ്തകം തട്ടി ചുമരോട് തലയടിച്ച് വീണു. അവിനാശ് ദേഷ്യത്തോടെ വന്ന് ഭൂമിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഭൂമി ഒരു തളർച്ചയോടെ ഒരു വശത്തേക്ക് ചിരിഞ്ഞു. മോളെ, നിനക്ക് മര്യാദ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു തവണത്തേക്കല്ലേ ഞാൻ ചോദിച്ചോളൂ, അപ്പോൾ ഒടുക്കത്തരും. ഇനി നീ കെട്ടിപ്പൊഞ്ഞു വെക്കുന്ന മുഴുവൻ ലോകം മുഴുവൻ കാണട്ടെ. വേണ്ട, പ്ലീസ്, എന്നെ ഒന്നും ചെയ്യല്ലേ. നെറ്റിയിലെ പൊട്ടിയ രക്തം പോലും കാര്യമാക്കാതെ കരഞ്ഞുകൊണ്ട് തനിക്ക് മുന്നിൽ കേഴുന്നവളെ നോക്കിയൊന്ന് ചുണ്ട് കടിച്ച് അവിനാശ് ഡോറിന്റെ സൈഡിലായുള്ള ഡെസ്കിൽ ക്യാമറ ഓണാക്കി ഫോൺ സെറ്റ് ചെയ്തു. ഭൂമിയുടെ നേർക്ക് അഭിലാഷ് കൈ നീട്ടിയതും അതേസമയം ലൈബ്രറി ഡോറ് വലിയ ശബ്ദത്തോടെ മലർക്കെ തുറന്നു. ഒരു ഞെട്ടലോടെ അഭിലാഷ് തിരിഞ്ഞു നോക്കിയതും ആ സമയം തന്നെ നെഞ്ചിലേക്ക് കൊണ്ട ചവിട്ടിൽ അയാൾ മലർക്കെ തെറിച്ചു വീണിരുന്നു. സിധു വേഗം പോയി നിലത്തേക്ക് ചാഞ്ഞെടുക്കുന്ന ഭൂമിയെടുത്ത് നെഞ്ചോട് ചേർത്തു. നെറ്റിയിലെ മുറിവിൽ നിന്ന് ഒരുപാട് രക്തം പോയതുകൊണ്ടോ ഭയം കൊണ്ടോ ഭൂമിയുടെ ബോധം പോയിരുന്നു. ഭൂമി തനിക്ക് പിന്നിൽ നിന്ന് കരയുന്ന കൃതിയെയും മറ്റൊരു ലേഡി സ്റ്റാഫിനെയും കയ്യിലായി ഭൂമിയെ ഭദ്രമായി ഏൽപ്പിച്ച് അവരോട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിർദ്ദേശിച്ച് സിധു അവിനാശിനെ നേരെ തിരിഞ്ഞു. സിധു, അളിയൻ ഞാൻ. തനിക്ക് നേരെ ചീറിക്കൊണ്ടുവരുന്ന സിധുവിനെ കാണെ അവിനാശിന്റെ ശരീരത്തിന് വിറവന്നു തുടങ്ങി. ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? സായ അവളെല്ലാം അറിഞ്ഞ എന്റെ ഇത്രയും നാളത്തെ പ്ലാനിങ്. സിധു അവിനാശി നേരെ കുതിച്ചുകൊണ്ട് അവന്റെ മൂക്കിൽ നിർത്താതെ പഞ്ച് ചെയ്യാൻ തുടങ്ങി. അളിയൻ, ഞാൻ പറയുന്നു കേൾക്ക്. തുടരെ തുടരെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സിധുവിന്റെ കൈകൾ നിശ്ചലമായി. അവന്റെ ചുവന്ന് വിറക്കുന്ന മുഖം കാണെ ഉള്ളിൽ ഭയം കുമിഞ്ഞുകൂടുന്നുണ്ടെങ്കിലും വാക്കുകളിൽ കൗശലം നിറച്ച അവിനാശ് വീണ്ടും സംസാരിച്ചു തുടങ്ങി. അളിയൻ, ഞാനല്ല, അവളെ എന്നോട് വന്ന് ഓരോന്ന് പറഞ്ഞു പറ്റിപ്പോയതാ. എന്റെ സായോട് പറയത് ആളാ അവിടെ കഴപ്പ് തീർക്കാൻ. ബാക്കി പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ വീണ്ടും കരയിൽ സിധു അവന്റെ മൂക്കിൽ പഞ്ച് ചെയ്തു. മൂക്കിൽ നിന്ന് നല്ല രീതിയിൽ രക്തം ഒഴുകുന്നുണ്ടെങ്കിലും സിധു പഞ്ചിങ് നിർത്തിയില്ല. ഈ സമയത്തിനുള്ളിൽ കോളേജിലെ മിക്ക കുട്ടികളും ടീച്ചേഴ്സും ലൈബ്രറിക്ക് മുമ്പിലായി നിറഞ്ഞു നിന്നിരുന്നു. എങ്കിലും ഭ്രാന്തി പിടിച്ചവനെ പോലെ അവിനാശിനെ മർദ്ദിക്കുന്ന സിധുവിനെ തടയാൻ അവർക്ക് ഭയം തോന്നി. ഈ സമയം കൊണ്ട് തന്നെ പ്രിൻസിപ്പൽ വേഗം അരവിന്ദിനെ കോൾ ചെയ്തിരുന്നു. പിന്നെ അയാൾ വന്ന് സിധുവിനെ പിടിച്ചു വെച്ചു. അപ്പോൾ മറ്റൊരു കാറിൽ കുറച്ച് ആൾക്കാർ വന്ന് അവിനാശിനെ വലിച്ചുകൊണ്ട് പോയി. സിധു പറഞ്ഞിട്ട് വന്ന ആൾക്കാരായിരുന്നു അത്. സിദ്ധേട്ടാ വിട്ടേ, എനിക്ക് ഇക്ലിയാവുന്നു. സിദ്ധേട്ടാ പെണങ്ങല്ലേ വേണ്ടേ? ഇപ്പോഴാണ് നിന്നെ ഒന്ന് ഫ്രീ ആയി കിട്ടിയത്. സിധുവിന്റെയും ഭൂമിയുടെയും കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 3 കൊല്ലമായി. അവിനാശിനെ അടിച്ചു വരുവാക്കി കോളേജിൽ അവൻ കാണിച്ച തിരിമറിക്കും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയതിനും ഇപ്പോൾ ജയിലിലാണ്. ആദ്യമേ കുറച്ച് പ്രയാസമായിരുന്നെങ്കിലും സായിയും ഇപ്പോൾ മൂവ് ഓൺ ചെയ്തു. എങ്കിലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചിരുന്നില്ല. പിന്നെ അവിനാശിന്റെ ഫോണിലുള്ള രേഖ ടീച്ചറെ അവന്റെയും വീഡിയോ ടീച്ചറുടെ ഭർത്താവിന് അയച്ചു കൊടുത്തു. ഇപ്പോൾ ആൾ ഡിവോഴ്സാണ്. കൂടാതെ കോളേജിൽ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തു. ഇപ്പോൾ സിദ്ധുവിനും ഭൂമിക്ക് ഒരു കുഞ്ഞുണ്ട്, സമന്യു സിദ്ധാർത്ഥ എന്ന കുഞ്ഞിപ്പെണ്ണ്. കൃതിയുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ വിശ്വന്റെ സ്വഭാവം ഒരു പരിധിവരെ മാറിയെങ്കിലും ഭൂമി ഇപ്പോൾ ഒരു ദിവസം പോലും തികച്ചവിടെ നിൽക്കാറില്ല. വിട്ടു സിദ്ധേട്ടാ, നീ കുഞ്ഞിപ്പെണ്ണിപ്പോ വരൂ കേട്ടോ. അതിനെ ഇന്നളവളുടെ സായാൻറ്റിയുടെ കൂടെ ഉറക്കം. കണ്ണുകളിൽ പ്രണയം നിറച്ച് തന്നിൽ നോട്ടമുറപ്പിച്ചവനെ കാണെ ഒരു നിമിഷം കോളേജിൽ ആ ചൂടിനെ അവൾ ഓർത്തുപോയി. അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി നിറഞ്ഞു. ഇനിയും പിടിച്ചെടുക്കാൻ പറ്റാത്ത പോലെ അവളെ തന്റെ കൈക്കുള്ളിലാക്കി അവൻ ആ അധരങ്ങളെ സ്വന്തമാക്കി.